ഹായ് എവരി വൺ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് വെച്ചാൽ കുറേ ആയി. ദാറ്റ് നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം അച്ചീവ് ചെയ്യുന്ന പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ആഫ്റ്റർ ദാറ്റ് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. അതായത് നമ്മൾ പാസ്റ്റിൽ എന്ത് ചെയ്തു, ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പോകണമെന്നതിനേക്കാൾ ഉപരി വാട്ട് യു ആർ റൈറ്റ് നൗ ഓർ വാട്ട് യു ഹാവ് റൈറ്റ് നൗ എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ എന്താണ്, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. അല്ലാതെ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആന ഉണ്ടായിരുന്നു, ചേന ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത അച്ചീവ്മെന്റാ. അല്ലെങ്കിൽ മുന്നിൽ ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ലെവലിൽ ഗ്രോയിങ് ആണോ, അല്ലെങ്കിൽ വാട്ട് യു ആർ റൈറ്റ് നൗ. അല്ലാതെ ഞാൻ ഇനി ഭാവിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെ നോ, കറന്റ്ലി നൗ. എന്റെ ലൈഫിൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാൻ 75 ഹാർഡ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യാന്നുള്ളതായിരുന്നു. കാരണം അതുവരെയും 75 ഹാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ വരെയും എന്റെ വെയിറ്റ് ഏകദേശം 38 കിലോ അത്രയൊക്കെ ആക്കി. ഭയങ്കര അണ്ടർ വെയിറ്റ് ആണല്ലോ. സോ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യണം. അത്രയും ബോഡി ഷേം ചെയ്ത് കേട്ട് മടുത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച് 75 ഹാർഡ് സ്റ്റാർട്ട് ചെയ്തു. അല്ലെ 75 ഹാർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള എന്റെ വെയിറ്റ് 50 കിലോ. എന്റെ ബോഡിയിൽ നല്ല ലെവലിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ്, എന്താ പറയാ, ബിക്കോസ് നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടത് വെയിറ്റ് ഗെയിൻ ആയതാണ്. ആവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗെയിൻ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് അതിങ്ങനെ ആ ഒരു ലെവലിൽ തന്നെ ഒരു 1 മന്ത് 1.5 മന്ത് അങ്ങനെ 50 kg തന്നെ പോയി. ബട്ട് ഇപ്പത്തെ എന്റെ ഒരു വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 45 കിലോയുടെ അടുത്താണ്. ഇന്നലെ വരെ 45 ആണെങ്കിൽ കുറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. ബട്ട് 45 kg. അതായത് ഈ ഒരു ടൈം ഞാൻ ഇപ്പൊ 75 ഹാർഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെ പോലെ ഒരു 4-5 മാസം ആവാനായിട്ടുണ്ടാവും. ഏകദേശം 5 കിലോ ആണ് എന്റെ കമ്മിയായത്. ഐ വാസ് ഇൻ 45 kg. സോ ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്, എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടൊരു കാര്യം അച്ചീവ് ചെയ്യണോ അത് അച്ചീവ് ചെയ്തതിനു ശേഷവും അതേപോലെ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ മാത്രമാണ് ഒന്നില്ലെങ്കിൽ അതിനെ ഇങ്ങനെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു രീതിയിലെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തു, എനിക്കത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഫേർട്ട് നമ്മൾ കമ്മിയാക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് കിട്ടിയത് അതിനേക്കാളും സ്പീഡിൽ താഴോട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇതിപ്പോ വെയിറ്റ് ഗെയിനിങ് മാത്രമല്ല കേട്ടോ, ലൈഫിൽ എന്തൊരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഡ്രീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ ബിസിനസ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, ആ ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ആ ലെവലിൽ അതിനെ കൊണ്ടുപോയിട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വാല്യൂ ഇല്ലാത്ത പോലെ നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ആ വന്നതിനേക്കാളും സ്പീഡിൽ നിങ്ങൾക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. ലൈഫിൽ എല്ലാം എന്റെ കൈ എല്ലാ കാര്യങ്ങളും അത് that was a truth. സോ എന്താ പറയാ, നമ്മളൊരു കാര്യത്തിൽ പണി എടുക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതിന് ആ ലെവലിൽ തന്നെ വാല്യൂ കൊടുത്ത് കൊണ്ടുപോകുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം പണിയെടുത്ത് അത് അച്ചീവ് ചെയ്യുക. ഇല്ലാത്തടത്തോളം കാലം ഞാൻ അന്ന് അതൊക്കെ ചെയ്തു ഇന്ന് ഇതൊക്കെ ചെയ്തു പറഞ്ഞിട്ട് നമ്മുടെ പാസ്റ്റിൽ നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കിയിരിക്കുക. ഞാൻ ഓഫീസിൽ പോയപ്പോൾ ചേച്ചാരി എന്നെ പറഞ്ഞായിരുന്നു എഗെയിൻ മെലിഞ്ഞൂലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ആലോചിക്കുന്നു, ശരിയാണല്ലോ, പിന്നെയും ഇത്രയും വെയിറ്റ് കമ്മിയായില്ല, 5 കിലോ കമ്മിയായില്ലേ എന്ന ലെവലില്. സോ ഇത് ഭയങ്കര ഷോർട്ട് വീഡിയോ ആണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഐ വാണ്ടഡ് ടു റെക്കോർഡ് ഇറ്റ് ബിക്കോസ് നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും അത് കിട്ടിയാൽ മതി. ബട്ട് അത് കിട്ടണേനല്ല, ആഫ്റ്റർ ദാറ്റ് ഓൾസോ അത് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ദിവസം എൻ്റെ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് അക്കൗണ്ട് ബാലൻസ് 0 ആയിരിക്കുന്ന ഒരു കാര്യമുണ്ടോ? അന്ന് എൻ്റെ 1 ലക്ഷം ഉണ്ടായിരുന്നു, ഇന്നും ഞാനത് കൊണ്ടുപോയി അല്ലെങ്കിൽ അതിനേക്കാളും വളർന്നിട്ടേ ഉള്ളൂ എന്ന് പറയുന്നതിലുള്ള കാര്യം. അതേപോലെ തന്നെയാണ് ലൈഫിൽ ഞാൻ ഇത് പറഞ്ഞേക്കാളും ഇപ്പൊ എന്താണ് അത് ഭയങ്കര മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. ഓൾസോ ഇതിനോട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കുവാണ്. ദാറ്റ് ഞാൻ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്, ചേച്ചി വെയിറ്റ് ഗെയിനിങ്ങിന്റെ ഇപ്പോഴും വരുന്നതാണ് എന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ റീല് കണ്ടിട്ട്. സോ ഐ വാസ് പ്ലാനിങ് ടു ഡു എ സീരീസ് ഓഫ് 30 days. ഈ ഒരു 45 ഈ ഒരു 30 ദിവസത്തിൽ എനിക്കും ഒരു 3-4 കിലോ, അതായത് ഒന്നില്ലെങ്കിൽ 46, 47, 48, ഒന്ന് 48 അല്ലെങ്കിൽ 49 കിലോ, ഒരു 3-4 കിലോ ഒരു 1 മന്തില് ഗെയിൻ ചെയ്താൽ കൊള്ളാന്ന് എനിക്കുണ്ട് പേഴ്സണലി. ആൻഡ് ഞാൻ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാനും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കും. ആൻഡ് ആർക്കൊക്കെയാണോ എന്നെ ഒരു കണ്ട് എനിക്ക് ഇത്രയും പേര് ഒരുപാട് മെസ്സേജ്, ഞാൻ പലതിനും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ 75 ഹാർഡ് കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും ദിവസമായല്ലോ, അപ്പൊ ആ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് അങ്ങനത്തെ ഞാൻ കുറെ മെസ്സേജ് കണ്ടായിരുന്നു, റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ് സത്യം. അപ്പൊ എന്താ പറയാ, അവർക്കും ഈ ഒരു ചാലഞ്ചിൽ ഇൻക്ലൂഡ് ആവാം. അപ്പൊ ഫുഡ്, വർക്ക്ഔട്ട് ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വീക്ക്ലി ഐ തിങ്സ് ഒരു 3 ദിവസമൊക്കെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ജിമ്മിനെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഹോം വർക്ക്ഔട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ജിമ്മിൽ പോകും. അതേപോലെ തന്നെ പ്രോപ്പർ ഡയറ്റ്, ഇതാണ് എന്റെ ഒരു ഡയറ്റ് അക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 2500 കലോറിയൊക്കെ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കലോറി പ്ലസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഓട്ടോമാറ്റിക്കലി എന്റെ വെയിറ്റ് ഗെയിൻ ആവും. അതെനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ആവില്ല എന്ന് പറഞ്ഞാൽ ആക്കി കാണിച്ചുകൊണ്ട് തന്നെ ഐ ഹാവ് ദ കോൺഫിഡൻസ്. ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു 1 മന്ത് അല്ലെങ്കിൽ 30 days ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യാണെങ്കിൽ ഐ വിൽ ഗെയിൻ മൈ വെയിറ്റ്. സോ ഐ എം പ്ലാനിങ് ടു ഡു എ സീരീസ്. ഞാൻ ഈ ഒരു 180 days ചാലഞ്ച് പോണിന്റെ ഇടയിൽ കൂടെ തന്നെ
ഇതിന് എത്ര തന്നെ സമയം എടുക്കും? ഡെയിലി കഴിക്കുന്ന ഫുഡ്, അതേപോലെ തന്നെ വർക്ക്ഔട്ട് മാത്രം റെക്കോർഡ് ചെയ്ത് എനിക്ക് അപ്ലോഡ് ചെയ്താൽ മതി. സോ ഒരു 30 days ചാലഞ്ച് എടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു 2 days കഴിഞ്ഞിട്ടാണെങ്കിലും. സോ അത് ഞാൻ ചെയ്താൽ കൊള്ളാന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. സോ നമുക്ക് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യണം, വെയിറ്റ് ഗെയിൻ ആവണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒപ്പം ആ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി ഐ തിങ്ക് സോ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെയിൻ വെയിറ്റ് ഫോർ ഷുവർ. ഞാൻ ഈ പറയുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതാണ് അത്ര വലിയ കാര്യം നിങ്ങൾ അല്ലാത്തവര് ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ മെലിഞ്ഞ ആൾക്കാർക്ക് അറിയുള്ള അതിന്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ ഒരു വശത്ത് നോക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ. എനിക്ക് ഇപ്പൊ ഇത്തിരി വെയിറ്റ് വന്നപ്പോൾ എനിക്ക് അത്ര സങ്കടമൊന്നുമില്ല. ബിക്കോസ് ഐ എം ഫീലിംഗ് ഗുഡ്. ഞാൻ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഞാൻ മെലിഞ്ഞതാണോ അല്ലെങ്കിൽ തടിച്ചതാണോ വലിയ ഇതൊന്നുമില്ല. അറ്റ് സെയിം ടൈം നമ്മുടെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ്, അല്ലാണ്ട് മറ്റാരെയും ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും കാണിക്കാനോ ഒന്നും നമ്മുടെ ബോഡിയിൽ ഒരു ചേഞ്ചസും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. നൗ ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ബോഡി. ബട്ട് സ്റ്റിൽ എന്താ പറയാ, എനിക്ക് കുറച്ച് വെയിറ്റ് വെച്ചാൽ കൊള്ളാം, അയ്യോ ഇല്ലെങ്കിൽ ഞാൻ ചത്തു എന്ന ലെവൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല. വെച്ചാൽ കൊള്ളാം, കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ, കുറച്ചുകൂടി ഫിസിക്കലി ഫിറ്റ് ആയി, കുറച്ചുകൂടി വെയിറ്റ് ഒക്കെ വെച്ച് കുറച്ചുകൂടി ഹെൽത്തി ആയിക്കഴിഞ്ഞാൽ ബെറ്റർ ആവുമല്ലോ എന്ന രീതിയിൽ. സോ ഞാൻ അങ്ങനെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത പ്ലാൻ ഉണ്ട്. സോ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്ത് ഒന്ന് ഇൻഫോം ചെയ്യണേ. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ ആൻഡ് ലെറ്റ്സ് അച്ചീവ് ദാറ്റ് റിസൾട്ട് ടുഗെദർ. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.